അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മുറിവ് പറ്റിയാൽ നമ്മൾ ബാൻഡേഡ് അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് തേക്കും അല്ലേ? ബാൻഡേഡ് ഒട്ടിച്ച് വെക്കാൻ നോക്കും. പക്ഷേ നമ്മുടെ തോട്ടത്തിൽ മുറ്റത്തൊക്കെ പലതരത്തിലുള്ള ഇങ്ങനത്തെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. അതിലൊരു ചെടിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് മുറിവിന് മാത്രമല്ല, മുഖക്കുരുവും താരനും എല്ലാം മാറ്റിത്തരും. ഇത് നമ്മുടെ ഒരു കൊച്ചു തോട്ടമാണ്. അതിൽ 3-4 ചട്ടികളൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് ചെടികൾ, അതിൽ കഞ്ഞിക്കൂർക്കയുണ്ട്, മുറിപ്പച്ച അല്ലെങ്കിൽ മുറിക്കൂട്ടി, പിന്നെ കുറച്ച് ചീരയും മല്ലിച്ചപ്പും അലോവേര, കറ്റാർവാഴ, പിന്നെ കറിവേപ്പിൻ്റെ ഇല, തുളസി, അങ്ങനെ ആവശ്യത്തിന് വേണ്ട ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ മുറിക്കൂട്ടി, അത് മിക്കവർക്കും അറിയായിരിക്കുമല്ലേ. നമ്മൾക്കൊരു മുറിവ് പറ്റിയാൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞ് ഉറ്റിച്ചാൽ, ആ മുറിവിൽ ഉറ്റിച്ചാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അതുപോലെ അത് പേസ്റ്റാക്കി വെച്ച് കെട്ടുന്നതും ഉണ്ട്. കാരണം കുറച്ച് വലിയ മുറിവിലൊക്കെ അങ്ങനെ കെട്ടി വെച്ചാൽ മുറിവ് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ മുറിവിനെ കൂട്ടിത്തരുന്ന ഒരു മരുന്നാണിത്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വേറെയുണ്ട്. അതായത് നമ്മുടെ തലയിലെ ചൊറിയുന്ന താരൻ പലർക്കും പ്രശ്നമാണല്ലേ. പല മരുന്നും ഷാമ്പു ചെയ്താലും പോവില്ല. പക്ഷേ ഇതിൻ്റെ ഈ പേസ്റ്റ്, ഈ ഇലകൾ പറിച്ചെടുത്ത് പേസ്റ്റ് രൂപേണ തലയിൽ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ ചൊറിച്ചിലൊക്കെ മാറിയിട്ട് നമ്മുടെ മുടിക്കൊരു നല്ലൊരു തിളക്കവും ഒക്കെ തരുന്ന ഒരു ഇലയാണിത്. പലർക്കും അറിയില്ല. നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നമ്മൾക്കിത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം പല രാജ്യങ്ങളിലും ഇത് ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയാത്തത്. അതുകൊണ്ട് അതൊന്നും ആരും പരീക്ഷിച്ച് നോക്കരുത്. ഇത് കിഡ്നി സ്റ്റോണും വയറിളക്കം വരെ മാറ്റിത്തരുന്ന ഒരു ചെടിയാണെന്നാണ് അറിയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് പിൻകാല വീഡിയോയിലോ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് നമ്മളിപ്പോൾ അറിഞ്ഞതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിവിടെ വീടിൻ്റെ ഉള്ളിൽ ഓക്സിജൻ തരാൻ പാകത്തിന് നല്ല വെള്ളത്തിലോ മണ്ണ് പോലും ആവശ്യമില്ലല്ലോ. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഇത് എവിടെയും നന്നായിട്ട് വളരുന്ന ചെടിയാണ്. അധികം പരിചരണത്തിൻ്റെ ആവശ്യമേ ഇല്ല. വളം ഇട്ട് കൊടുക്കണോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചട്ടിയിൽ കുറച്ച് മണ്ണുണ്ടെങ്കിൽ അവിടെയും നടാം. അല്ലെങ്കിൽ ഉള്ളിൽ വെള്ളത്തിൽ വെച്ച് മേലെ സ്റ്റാൻഡിലൊക്കെ വെച്ചാൽ നല്ല തൂങ്ങി കിടന്ന് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അല്ലെങ്കിൽ തൂക്ക് ചട്ടി ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം. പിന്നെ ഒത്തിരി സ്ഥലമുള്ളവർക്ക് താഴെ നട്ടാൽ പടർന്ന് അങ്ങനെ പിടിക്കും. പിന്നെ നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് മാത്രം മതിയെങ്കിൽ ഒരു ചട്ടിയിൽ നടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ ഓരോ തണ്ടാണ്, നമ്മൾ അതിൻ്റെ ഓരോ ജോയിൻസ് ഉണ്ടാവും. അതിൻ്റെ കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് വേണം എടുത്ത് യൂസ് ചെയ്യാൻ. കാരണം ആ ജോയിൻസിൽ നിന്നാണ് വേരുകൾ പടരുക. ഓക്കെ, അപ്പോൾ ആ ജോയിൻസിൻ്റെ കുറച്ച് താഴെ വെച്ച് മുറിച്ചിട്ട്, കണ്ടില്ലേ അതിൻ്റെ ഈ വേരുകൾ വരുന്നത്, അതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ ആ തണ്ടിൻ്റെ കുറച്ച് മേലെയുള്ള ജോയിൻറ്റിൻ്റെ താഴെ വെച്ചിട്ട് വെട്ടിയാലും കുഴപ്പമില്ല, വളർത്തി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മുഖക്കുരു, ആക്നെ, പിമ്പിളൊക്കെ എങ്ങനെ മാറ്റാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് എടുത്ത് നന്നായിട്ട് ഞെരടുക. എന്നിട്ട് അതിന് വരുന്ന രസം, സത്തുണ്ടല്ലോ, അത് ആ മുഖക്കുരുവിൽ പതുക്കെ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഇല അങ്ങനെ പിഴിഞ്ഞത് അവിടെ വെക്കുകയും ചെയ്യാം. കണ്ടില്ലേ, ഈ നെറ്റി മുഴുക്കെ മുഖക്കുരുവാണ്. നമുക്കിത് തേച്ച് കൊടുക്കാം, നോക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 നേരം ഇത് തേക്കാം കേട്ടോ. രാവിലെയും തേച്ച് കൊടുക്കാം, വൈകുന്നേരം. അപ്പം നെക്സ്റ്റ് ഡേ തന്നെ ഇത് നന്നായി ക്ലിയർ ആവും. കണ്ടില്ലേ, നല്ലോണം ക്ലിയർ ആയി. ഇന്നലെ കണ്ട നെറ്റിയാണോ ഇത്? അല്ലല്ലോ. ആണോ? സെയിം നെറ്റിയാണ്. പക്ഷേ മുഖക്കുരുവൊക്കെ വളരെ കുറഞ്ഞിരിക്കണം അല്ലേ. വേണമെങ്കിൽ നമുക്ക് ഇന്നും കൂടി ഇത് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കട്ടെ. ചെറിയ കുരുവൊക്കെ പെട്ടെന്ന് മാറി. ഇത് വലിയൊരു കുരു ഉണ്ടായിരുന്നു, അതും കണ്ടില്ലേ. നമുക്ക് ഇത് ഒന്നും കൂടി അപ്ലൈ ചെയ്യാം. നന്നായിട്ട് അത് കുറഞ്ഞിരിക്കണു. കണ്ടില്ലേ, പോയി എന്ന് തന്നെ പറയാം. ഈ ചെടി ഡയബറ്റീസ് ഉള്ളവരുടെ വീട്ടിൽ തീർച്ചയായും വേണ്ടതാണ്. കാരണം അവർക്കാണ് മുറിവ് പറ്റിയാൽ ഉണങ്ങാനും ഒക്കെ വളരെ പ്രയാസം. അപ്പോൾ തീർച്ചയായും നട്ട് പിടിപ്പിച്ചിരിക്കണം. പെട്ടെന്ന് ഒരു മുറിവ് പറ്റിയാൽ നമുക്കതൊന്നൊരു നീര് പിഴിഞ്ഞ് ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങിക്കിട്ടും. ഇതപ്പം മുഖക്കുരുവിന് മാത്രമല്ല, ചിലർക്ക് പ്രാണികളൊക്കെ കടിച്ചിട്ട് തടിച്ച് ഭയങ്കര പെയിനൊക്കെ ഉണ്ട്. അതൊക്കെ വരെ ഇത് തേച്ചാലും മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ.
വീഡിയോ യൂസ്ഫുള്ളാണെന്നും ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആ ബെൽ ഐക്കണില്ല അതൊന്ന് പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ ഒന്ന് കൊടുക്കുക. എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.